കേരളത്തിലെ ബി.ജെ.പിക്ക് കുറച്ച് ദിവസങ്ങളായി അടിയോടടിയാണ്. കാരണം കുറച്ച് ദിവസം മുമ്പ് ഫണ്ടിൽ ക്രമക്കേട്. ഇന്നലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, പ്രധാനമന്ത്രി കേരളത്തിൽ റോഡ് ഷോയ്ക്ക് വന്നപ്പോൾ അതിൻ്റെ കട്ടൗട്ടിൻ്റെ നാട്ടിൽ ക്രമക്കേട്. ഇന്ന് വന്നിരിക്കുന്നു ഹെലികോപ്റ്ററിൻ്റെ വാടകയുടെ ഇതിൽ ക്രമക്കേട്. അപ്പോൾ മൊത്തത്തിലൊരു ക്രമക്കേടാണ് ബി.ജെ.പി ഇപ്പോൾ കേരളത്തിലല്ലേ. തിരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും, അതായത് ഈ മൂന്ന് മുന്നണികളുണ്ടല്ലോ, ഇതിൽ ഏറ്റവും കൂടുതൽ പണം കുത്തിയൊഴുകുന്നത് ബി.ജെ.പി ആണ്. പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമായിട്ട് ഒരുപാട് പണം കുത്തിയൊഴുകുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് കണ്ടതാണ്. ഇപ്പോൾ പാലക്കാട് എൻ.ഡി.എ സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ ആ ഒരു കലാശക്കൊട്ടിന് പിറ്റേ ദിവസം, അതായത് സൈലൻ്റ് ആയിട്ടുള്ള നിശബ്ദ പ്രചരണത്തിൻ്റെ ആ ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്ന് ഈ ഒരു സ്ത്രീക്ക് 5000 രൂപ വെച്ച് കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്തോറും ഈ ഒരു തിരഞ്ഞെടുപ്പിനിടെ ബി.ജെ.പി കേരളത്തേക്ക് ഒഴുക്കിയ ഫണ്ടും അല്ലെങ്കിൽ ആ ഫണ്ട് അടിച്ചു മാറ്റിയ കണക്കും ഓരോന്നായിട്ട് പുറത്തേക്ക് വരികയാണ്. അതാണ് ഇപ്പോൾ ഇന്ന് അവസാനമായിട്ട് വന്നിരിക്കുന്നത്. അതായത് കേരളത്തിൽ പ്രചരണത്തിന് നോർത്തിൽ നിന്നും അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളൊക്കെ വരുമ്പോൾ പര്യടനം നടത്തണമല്ലോ. അപ്പം അതിനുവേണ്ടി ഹെലികോപ്റ്റർ വേണം. ആ ഹെലികോപ്റ്ററിന് വേണ്ടി ഈ ഒരു തുക വകയിരുത്തിയത്, ആ ഒരു തുക ടെൻഡർ അധികം കൂടുതലായി വകയിൽ കാണിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും കണ്ടെത്തിയിരിക്കുന്നത്. 2001-ലും 2024-ലും ഈ ഒരു ഹെലികോപ്റ്ററിൻ്റെ പര്യടനത്തിനായിട്ട് 3.4 ലക്ഷം രൂപയാണ് ഇതുപോലെ ചെലവഴിച്ചത്. 2026-ലാവട്ടെ 2.7 സംതിങ് ലക്ഷമാണ് ഇതിനു വേണ്ടി കാണിച്ചിരിക്കുന്നത്. അതേസമയം ഈ ഒരു നേതാവ് ഇതിൻ്റെ ഇടയ്ക്ക് കയറിയൊരു പ്ലേ കളിച്ചു. അതായത് വേറൊരു ഹെലികോപ്റ്റർ ഓടി ഇതേ വാടകയ്ക്ക്, അതായത് 2.7 അല്ലെങ്കിൽ 9 ലക്ഷം രൂപയ്ക്ക് ഇതുപോലെ മറ്റൊരു ഹെലികോപ്റ്റർ കൂടി എടുത്തു. കേന്ദ്ര നേതൃത്വം ഈ ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തതിനെ ചോദ്യം ചെയ്തപ്പോൾ ഇവരെന്ത് ചെയ്തു, നേരെ തമിഴ്നാട്ടിലേക്ക് കൊടുത്തു. അതായത് ഇത്ര മണിക്കൂറിന് 2.7 ലക്ഷം രൂപ എന്ന നിരക്കിൽ തമിഴ്നാട്ടിലേക്ക് ഈ ഒരു ഹെലികോപ്റ്റർ കൊടുക്കുന്നു. വലിയ ഉദാരമനസ്കതയാണെന്നൊക്കെ കരുതുമെങ്കിലും ഇത് ഈ ഒരു കൊന്നാപ്പാവം തിന്നാ തീരുമെന്ന് ഒക്കെ പറയില്ലേ, ഇവന്മാരിപ്പോൾ ചെയ്തതിൻ്റെ ഒരു ഭാഗം അവരും അനുഭവിക്കട്ടെ എന്നുള്ള നിലയ്ക്ക് ആ തമിഴ്നാട് ബി.ജെ.പിക്കും വെച്ചു കൊടുത്തു ഒരു ഹെലികോപ്റ്റർ. അങ്ങനെ ആകെ മൊത്തം ഫ്ലക്സ് അടിച്ചതിനും കട്ടൗട്ട് അടിച്ചതിനും കൊടിതോരണങ്ങൾ കൂടെ ഈ ഹെലികോപ്റ്റർ, ഇതിനെല്ലാം കൂടി എത്ര കോടിയോളം രൂപ അല്ലെങ്കിൽ എത്ര ലക്ഷത്തോളം രൂപ ചിലവഴിച്ചു എന്നതിൽ ഇന്നും അജ്ഞാതമാണ്. ഈ ഒരു കണക്കുകളെ കുറിച്ച് ഇപ്പോൾ നമ്മുടെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണെങ്കിൽ എനിക്കൊന്നും അറിയില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആ കണക്കുകളെല്ലാം വെറുതെ ഫേക്കാണ്, അങ്ങനെ ഒരു ബി.ജെ.പിയിൽ അങ്ങനെ ഒരു തട്ടിപ്പോ വെട്ടിപ്പോ കാര്യങ്ങളൊന്നും നടത്തുന്ന പാർട്ടിയല്ല, ഞങ്ങൾക്കങ്ങനെ തട്ടിപ്പ് നടത്തിയിട്ട് വേണ്ട ജീവിക്കാൻ എന്നുള്ള രീതിയിലുള്ള ഗുളികകൾ, അതായത് ക്യാപ്സ്യൂളുകൾ ഇറക്കി അങ്ങ് പടർത്തി വിടും. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കണ്ടിരുന്നു. അതായത് കുമ്മനം രാജശേഖരൻ അംഗമായിട്ടുള്ള അന്വേഷണ കമ്മീഷൻ ബി.ജെ.പിയിലെ ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട് ഒരു 1-2 നേതാക്കന്മാരോട് ഈ ഒരു കൊടുത്ത ക്യാഷ്, അതായത് ആ ഒരു ക്യാഷ് തിരിച്ച് മറ്റേ സമിതിക്ക് കൊടുക്കണം, അന്വേഷണ സമിതിയിലേക്ക് തിരിച്ചടയ്ക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ടാവും, നടപടിയെടുക്കും എന്നുള്ള വിചാരിച്ച് ഒരു സർക്കുലർ ഇവരുടെ ലെറ്റർ പാഡിൽ ഇറങ്ങിയിരുന്നു. പക്ഷെ അതും വ്യാജമാണെന്നാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ നേതൃത്വം അവകാശപ്പെടുന്നത്. ശരിക്കും സർവത്ര വ്യാജമാണ് ബി.ജെ.പി കേരളത്തിലാകെ. അതായത് കേന്ദ്ര നേതൃത്വത്തെ കൊള്ളയടിക്കുന്ന അത്ര വലിയ ആലിബാബയെ 41 കള്ളന്മാരെന്ന് കണക്ക് പറയുന്ന രീതിയിലാണ് കേരള ബി.ജെ.പിയിലെ നേതൃത്വം. നമുക്ക് തന്നെ അറിയാം, തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ റാലിക്ക് വേണ്ടിയുള്ള ആൾക്കാർ വരുന്നതും ഒക്കെ നമ്മൾ ചിന്തിച്ചു പോകും, ഇത്രയേറെ ബി.ജെ.പി സപ്പോർട്ടേഴ്സ് നമ്മുടെ കേരളത്തിലുണ്ടോ എന്ന്. പക്ഷേ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ 3 സീറ്റ് നമ്മുടെ കേരളത്തിൽ ലഭിച്ചുള്ളൂ. പക്ഷേ ഈ 3 സീറ്റ് ലഭിച്ചുള്ളെങ്കിലും നേതാക്കന്മാർക്ക് അതിലൊരു നഷ്ടം ഉണ്ടായെന്ന് തോന്നുന്നില്ല. ഒരുപാട് രൂപ കീശയിലേക്ക് ആക്കാനായിട്ട് ഇതിലൂടെ പറ്റിയിട്ടുണ്ട്. ഇപ്പം തന്നെ എത്ര രൂപയുടെ ഒരു കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതും വേറെ ഏതെങ്കിലും പാർട്ടി ആയിരുന്നെങ്കിൽ ഇപ്പോൾ സമരവും മറ്റ് പ്രശ്നങ്ങളും ഒക്കെയായിട്ട് രാജീവ് ചന്ദ്രശേഖർ തന്നെ ഒരു വലിയ ഫേസ്ബുക്ക് പോസ്റ്റ് പോലെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടേനെ. പക്ഷെ ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി പ്രതികരിക്കാനോ ഇതിനെപ്പറ്റി തനിക്കൊന്നും അറിയത്തില്ല എന്നുള്ളൊരു വാക്കാണ് വരുന്നത്. അപ്പം മൊത്തത്തിൽ ബി.ജെ.പിയിൽ ഒരു വലിയ ക്രമക്കേട് ഇനിയും എത്ര പുറത്തു വരാനുണ്ടെന്ന് ദൈവത്തിന് അറിയാം അല്ലേ. അതെ, ഏകദേശം 500 കോടിയോളം രൂപയാണ് ഈ കേരളത്തിലേക്ക് തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം
ചിലവഴിച്ചതെന്ന് മുമ്പ് ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനോട് എതിർപ്പുള്ള ഒരു വിഭാഗമുണ്ട് നമ്മുടെ BJP-യിൽ തന്നെ, കെ സുരേന്ദ്രൻ പക്ഷം. ഇപ്പോൾ ഈ ഔദ്യോഗികമല്ലെങ്കിലും അനൗദ്യോഗികമായിട്ട് ഈ ഒരു BJP-യിൽ, സംസ്ഥാന BJP-യിൽ 2 പക്ഷമാണുള്ളത്. 2 പക്ഷം എന്നുള്ളത് ഉടനെ 3 പക്ഷമാവുകയും ചെയ്യും. ഇപ്പോൾ സീനിയർ നേതാക്കന്മാരായ V മുരളീധരൻ അല്ലെങ്കിൽ MT രമേശ് അതുപോലെയുള്ളവരെല്ലാം ഒതുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ കുറച്ച് പ്ലേ ഉണ്ട്. അതായത് ഇപ്പോൾ നൂല് കെട്ടിറക്കിയ സംസ്ഥാന അധ്യക്ഷൻ എന്നൊക്കെ നമ്മൾ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് അങ്ങേരുടെ ആ ഒരു ഫൗൾ പ്ലേ ആണ് ഇവിടെ ശരിക്കും സംസ്ഥാന BJP-യിൽ ഇത്രയും വലിയ അഴിമതിയുടെ കറ പുരളാൻ തന്നെ കാരണം. ഇദ്ദേഹം അറിയാതെ ഒരു രൂപ പോലും ചിലവഴിക്കില്ല എന്ന് പകൽ പോലെ സത്യമാണ്. എന്നിട്ടും പറയുന്നു ഈ ഒരു അഴിമതിയിലോ അല്ലെങ്കിൽ ഇത്രയേറെ ഫണ്ട് തട്ടിച്ചതിലോ തനിക്കൊരു ബന്ധമോ അല്ലെങ്കിൽ തനിക്കൊരു അറിവോ ഇല്ലെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കാൻ ആ BJP പോലുള്ള വലിയൊരു മുന്നണി അല്ലെങ്കിൽ വലിയൊരു പാർട്ടിയുടെ തലപ്പത്തിരിക്കാൻ രാജീവ് ചന്ദ്രശേഖരൻ എന്ന ഒരാൾക്ക്, ഈ കോർപ്പറേറ്റ് മുതലാളിക്ക് യാതൊരുവിധ അധികാരമല്ല അല്ലെങ്കിൽ യോഗ്യനല്ലെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഞാൻ 1-2 ഫേസ്ബുക്ക് കമൻറ്റ് കണ്ടാണ്. അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം പല BJP നേതാക്കന്മാരും ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങിച്ചു, കാറ് വാങ്ങിച്ചു, പിന്നെ ഏതോ ഒരു പ്ലോട്ടിന് വേണ്ടി അഡ്വാൻസ് ടോക്കൺ കൊടുത്തു എന്നുള്ള രീതിയിലുള്ള പ്രചരണവും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുണ്ട്. ഈ 2020 എന്ന ഒരു സംഘടന നമുക്കറിയാം, ഈ ഒരു ഇലക്ഷന് ശേഷം വാഷ് ഔട്ടായ ഒരു ടീമാണ്. ഈ ടീമിനും, അതായത് ഈ 2020 എന്നുള്ള ഈ ഒരു കോർപ്പറേറ്റ് പാർട്ടിക്കും ഒരു രീതിയിൽ ഈ BJP-യിൽ നിന്നൊരു ഡൊണേഷൻ പോയിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഈ ഒരു ഇലക്ഷൻ്റെ രീതിയിലുള്ള പ്രചരണത്തിനൊന്നും യൂസ് ചെയ്യാതെ ഇവരുടെ പ്രവർത്തകർക്ക് മാത്രം അല്ലെങ്കിൽ നേതാക്കൾക്ക് മാത്രം പുട്ടടിക്കാൻ വേണ്ടി ഈ ഒരു ഫണ്ട് വകമാറ്റിയതിൻ്റെ ഫലമായിട്ടാണ് ഈ 2020 മുഴുവനായിട്ട് ഈ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിൽ നിന്നും വാഷ് ഔട്ട് ആകാൻ കാരണം. അതുപോലെ തന്നെ ഇന്നലെ ഒരു ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. അതായത് എങ്ങനെ കൊള്ളയടിക്കണം എന്ന് കൃത്യമായിട്ടൊരു നേതാവ്, ഒരു BJP-യുടെ ഉയർന്നൊരു നേതാവ് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഈ പ്രധാനമന്ത്രിയുടെ കട്ടൗട്ടിൻ്റെ ഇഷ്യൂവിൽ എങ്ങനെ കൃത്യമായിട്ട് ഇത്ര രൂപ വാങ്ങണം, ഇത്ര രൂപ വാങ്ങണം, അങ്ങനെ കൃത്യമായിട്ടൊരു കണക്ക് അതിലൂടെ പറഞ്ഞിരുന്നു. അപ്പം ഈ കണക്കിൻ്റെ പറച്ചിലൊക്കെ കേട്ടാൽ തന്നെ അറിയാം തുടക്കമല്ല, ഇതാദ്യമായിട്ടല്ല ഈ സംഭവം നടക്കുന്നതെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അന്വേഷണം നടക്കുമ്പോൾ ഇവിടെ മാത്രമല്ലേ, പുറയിലോട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ എത്ര ലക്ഷം രൂപ അല്ലെ കോടി രൂപയുടെ തട്ടിപ്പ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതല്ലേ ഞാൻ പറഞ്ഞത്, ഈ കഴിഞ്ഞ ഒരു ഇലക്ഷന് വേണ്ടി, നിയമസഭാ ഇലക്ഷന് വേണ്ടി മാത്രമായിട്ട് ഈ ഒരു കേന്ദ്ര BJP, കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് കൊടുത്തത് 500 കോടിയോളം രൂപയാണ്. അത് പറയപ്പെടുന്നത് മാത്രം, ബാക്കി എത്ര കോടിയോളം രൂപ കൊടുത്തു എന്നുള്ളത് തികച്ചും അജ്ഞാത മാത്രമാണ്. അപ്പോൾ ആ ഒരു തുകയിൽ നിന്നും ഇത്ര രൂപ വീതം ഓരോ നേതാക്കളും അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇവരോട് ചോദ്യം ചോദിക്കാൻ പോലും ഈ നേതൃത്വത്തിന് കഴിയാത്ത ഒരു സാഹചര്യമാണ്. കാരണം ഈ ഒഴുക്കിയത് മുഴുവൻ കള്ളപ്പണമാണ്. ഈ 500 കോടിയിലധികം എത്രയെങ്കിലും 1 രൂപ പോലും ഉണ്ടെങ്കിൽ അത് മുഴുവൻ കള്ളപ്പണമാണ്. ആ കള്ളപ്പണത്തിൽ നിന്ന് അടിച്ചു മാറ്റിയ ആ ഒരു നേതാക്കന്മാരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ നേതൃത്വത്തിൽ നിന്ന് നീക്കി നിർത്താനോ പറ്റാത്ത രീതിയിൽ ആപ്പിൽ കുടുങ്ങിയ ഒരു കുരങ്ങന്റെ അവസ്ഥയാണ് സംസ്ഥാന BJP-ക്ക്. ഇതിനി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെയോ അല്ലെങ്കിൽ തുടർന്നുള്ള ഈ സംസ്ഥാന നേതൃത്വത്തിൻ്റെയോ ഭാവി എങ്ങനെയായിരിക്കും എന്ന് നിർണ്ണയിക്കുന്ന അവസ്ഥയായിരിക്കും ഈ ഒരു വെട്ടിപ്പ് ഭാവിയിൽ.